ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. എത്ര ദിവസം ഒന്ന് കരുതിയാ നമ്മൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്? ചന്ദ്രാമ്മ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറയും. ഒന്നെടുത്തേ. ഇത് ഞാൻ സെലക്ട് ചെയ്തതാ. അതിനു മുൻപ് ഇത് ഞാൻ എടുത്തു. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഐശ്വര്യ തന്നെ കൊണ്ടുപോകും. നീ ഏതവളായാലും ശരി. അനസൂയ ആഗ്രഹിച്ച ഇതും കൊണ്ട് ഇവിടുന്ന് പോകും. ഒന്ന് കൂടി അവിടെ. നിങ്ങൾ ഇതിനാവശ്യമില്ലത് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ഒന്ന് എടുത്താ പോരെ? ഇതുപോലത്തെ അല്ല, ഇത് തന്നെ വേണം എനിക്ക്. മോളെ അനസൂയെ, നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ മനസ്സിൽ തന്നെ വെച്ചാ മതി. ഇത് ആള് വേറെയാ, ഒന്ന് വിട്ടുപിടി. ഇത് പാക്ക് ചെയ്തേക്ക്. ശരി മാഡം. ഒരു കാര്യം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം. വാടി. എഴുതിയോ? ആ എഴുതി. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങള് ആനിവേഴ്സറി ഫംഗ്ഷന് നിർബന്ധമായിട്ടും വേണം. ഇനി ചന്ദ്രലേഖയുടെ യുക്തിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും കൂട്ടാം, പക്ഷേ കുറയരുത്. ശരി. Enemy is approaching. Enemy is approaching. രമ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? എന്നെ എന്താ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? വാ. ഞാനൊരു പരാതി പറയാനാ ഇങ്ങോട്ട് വന്നത്. ഈ നാട്ടിലെ പ്രമുഖരെയും ക്ലബ് മെമ്പേഴ്സിനെയൊക്കെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചിട്ട് എന്നെ രമ എന്താ ഓർക്കാത്തത്? ഇനി നമ്മൾ എന്തിനാ രമ പിണങ്ങിയിരിക്കുന്നത്? ബിസിനസ്സില് നമുക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്ലബിലെ ഇലക്ഷനിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വ്യക്തിപരമാക്കണോ? അങ്ങനെയാണെങ്കിൽ പിണങ്ങിയിരിക്കേണ്ടത് ഞാനല്ലേ? രമയല്ലേ എല്ലായിടത്തും എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല, ദേഷ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ നീ വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉറപ്പായും വരും.
പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. കുറെ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ നടക്കുന്ന വലിയൊരു പാർട്ടിയാ. അവരവരുടെ ജോലി കൃത്യമായി ചെയ്താൽ മാത്രം മതി. നാളെ തന്നെ തുടങ്ങാം നമുക്ക്. ശരി മാഡം. ശരി മാഡം. ആ, ഇപ്പോ നിങ്ങൾ എല്ലാവരും ചെല്ല്. ഓക്കെ മാഡം. ചന്ദ്ര മാഡം പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. അതെ അതെ, അങ്ങനെ നമുക്ക് ചെയ്യാം. വാ. നീ പറഞ്ഞതാ ശരി. അമ്മ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. എത്ര ദിവസം എന്ന് കരുതിയാ നമ്മൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നെ? ചന്ദ്രാമ്മ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറയും. നമ്മള് ഈ നാട്ടിലേക്ക് വന്നത് ചേച്ചിയെ കണ്ടുപിടിക്കാനാ. അതിനിതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാനും അമ്മയും ഇവിടെ, ചേച്ചി അച്ഛനും മറ്റെവിടെയോ. എത്ര കാലം അങ്ങനെ ജീവിക്കാൻ പറ്റുമോ അമ്മേ? അതാ ഞാൻ പറഞ്ഞത്, വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ കഴിഞ്ഞാലുടനെ നമുക്കിവിടുന്ന് പോവാം. ഇത്രയും ദിവസം നിന്നിട്ട് അതിന് പങ്കെടുക്കാതെ പോകുന്നത് ശരിയല്ല. അതിനു മുന്നേ തുമ്പി ചേച്ചിയെ കണ്ടെത്തണം. തൽക്കാലം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ചന്ദ്രാമ്മയോട് പറയണ്ട. ഏതായാലും പാർട്ടി കഴിയട്ടെ. അല്ല, അച്ഛനോടെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? നീ വന്നിട്ട് പോകാന്ന് കരുതി. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലെന്ന് എനിക്കറിയാം. ഇവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അപ്പോ എനക്കതറിയാമല്ലോ. അച്ഛൻ കൂടുതൽ സെന്റി അടിക്കണ്ട. എനിക്കറിയാം അച്ഛൻ ഈ കറ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ദേ, അതുകൊണ്ട് അച്ഛൻ എവിടെയാ പോകണ്ടെന്ന് വെച്ചാ ഇതിൽ തന്നെ പോയിട്ട് വാ. അല്ല, ഞാൻ പറഞ്ഞത് വാങ്ങിയായിരുന്നോ? വാങ്ങിയിട്ടുണ്ട് മേഡം.